ഇന്ന് വയലും വീടും പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതിയെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മണ്ണ് പര്യവേഷണ മണ്ണു സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി രഞ്ജിനി PR ആണ്. ശ്രീമതി രഞ്ജിനിയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്. രഞ്ജിനി മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം, ഈ സോയിൽ ഹെൽത്ത് കാർഡ് ഈ സ്കീം കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് നടന്നു വരുന്നുണ്ട്. ഈ ഒരു സ്കീമിനെ കുറിച്ചൊന്ന് പറയാമോ? എപ്പോഴാണ് ഈ സ്കീം തുടങ്ങിയത്? ദേശീയ തലത്തിൽ 2015 കേന്ദ്ര സർക്കാർ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന പദ്ധതിயின் കീഴിൽ സോയിൽ ഹെൽത്ത് കാർഡ് കർഷകർക്ക് വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിലും സംസ്ഥാന കൃഷി വകുപ്പിന്റെയും മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ മണ്ണ് പരിശോധന നടത്തുകയും കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ദേശീയ തലത്തിലുള്ള ഈ സ്കീമിന് പുറമെ വിവിധ സംസ്ഥാന പദ്ധതികളിൽ പെടുത്തിയും കർഷകരുടെ മണ്ണ് പരിശോധന നടത്തി സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2024-25 വർഷത്തിൽ മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് വിവിധ പദ്ധതികളിലായി 46,000-ലേറെ മണ്ണ് സാമ്പിൾ പരിശോധന നടത്തുകയും 30,000-ലേറെ കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഈ സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ഒരു റിപ്പോർട്ട് നമ്മുടെ കിട്ടും. അതേമാതിരി സോയിൽ ഹെൽത്ത് കാർഡും നമ്മുടെ മണ്ണിലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അതായത് സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് മണ്ണാരോഗ്യ കാർഡ് എന്നാണ്. അതെ അതെ, നമ്മുടെ ബ്ലഡ് റിപ്പോർട്ടൊക്കെ പോലെ മണ്ണിന്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങിയതാണ് സോയിൽ ഹെൽത്ത് കാർഡ് അഥവാ മണ്ണാരോഗ്യ കാർഡ്. നമ്മുടെ ശരീരത്തിലെ, അതായത് ബ്ലഡിലെ വിവിധ ഘടകങ്ങളാണല്ലോ നമ്മൾ പരിശോധിച്ച് റിപ്പോർട്ടാക്കുന്നത്. അതുപോലെ മണ്ണിന്റെ അവസ്ഥ സൂചിപ്പിക്കുന്ന ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അവ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ച് അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതാണ് സോയിൽ ഹെൽത്ത് കാർഡ്. ഏതൊക്കെ ഘടകങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സോയിൽ ഹെൽത്ത് കാർഡിൽ പ്രധാനമായും മണ്ണിന്റെ പോഷക നിലവാരം പരിശോധിച്ചുള്ള വിവരങ്ങളാണ്. അതായത് ഒരുപാട് പാരാമീറ്റേഴ്സ് മണ്ണിന്റെ ആരോഗ്യവും പോഷക നിലയും സൂചിപ്പിക്കുന്നവയായിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണ്ണിന്റെ pH, അതായത് മണ്ണ് അമ്ലമാണോ ക്ഷാരമാണോ എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വിദ്യുത് ചാലകത എന്ന് പറയും, അത് മണ്ണിന്റെ ലവണാംശത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ അതുപോലെ മണ്ണിലെ ജൈവാംശം, ഓർഗാനിക് കാർബൺ, പിന്നെ പ്രധാനപ്പെട്ട മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ് അഥവാ ദ്വിതീയ മൂലകങ്ങളായ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, പിന്നെ അതുപോലെ സൂക്ഷ്മ മൂലകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ്, ഇരുമ്പ്, ചെമ്പ്, മാംഗനീസ്, സിങ്ക്, ബോറോൺ എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡിൽ നമ്മൾ അതിന്റെ അളവ് രേഖപ്പെടുത്തി. അതെ അതെ. പിന്നെ ഇതിന് ഈ പരിശോധനാ ഫലത്തെ അടിസ്ഥാനമാക്കി വളപ്രയോഗ ശുപാർശകളും കൂടി ഉൾപ്പെടുത്തിയതാണ് സോയിൽ ഹെൽത്ത് കാർഡ്. അപ്പോൾ ഒരു കർഷകൻ ഒരു സോയിൽ ഹെൽത്ത് കാർഡ് ഒരു കർഷകന് കിട്ടുമ്പോൾ കർഷകൻ ഏത് വിളകളാണ് എടുക്കാൻ താല്പര്യപ്പെടുന്നത് അത് ആദ്യമേ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നല്ലേ? അതെ, കർഷകൻ മണ്ണ് സാമ്പിൾ ലാബിലേക്ക് പരിശോധനയ്ക്ക് കൊടുക്കുമ്പോൾ തന്നെ കൃഷിസ്ഥലത്തിൻ്റെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം, പിന്നെ അതുപോലെ ഏതൊക്കെ വിളകളാണ് അവിടെ കൃഷി ചെയ്യുന്നത്, ഇനി അടുത്ത സീസണിൽ ഏതെങ്കിലും പുതിയതായിട്ട് വിളകൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൻ്റെ പേരുകളും കൂടെ ഉൾപ്പെടുത്തി നൽകുകയാണെങ്കിൽ ഓരോ വിളയ്ക്കും അനുസരിച്ചുള്ള വളപ്രയോഗ ശുപാർശ ഉൾപ്പെടുത്തി കാർഡ് നൽകാനായിട്ട് പറ്റും. മണ്ണ് സാമ്പിൾ കളക്ഷൻ ഇതിലൊരു പ്രധാന ഘടകമാണല്ലോ. ഒരു സോയിൽ ഹെൽത്ത് കാർഡ് വേണമെങ്കിൽ നമ്മൾ സോയിൽ സാമ്പിൾ ആദ്യം കളക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്താൽ ആദ്യം തന്നെ ഒരു ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ ഒരു വലിയൊരു സ്ഥലം കാണാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെ ഇതിൻ്റെ ഒരു മണ്ണിൻ്റെ ഒരു സാമ്പിൾ എടുക്കണ്ടേ കർഷകൻ? സോയിൽ ഹെൽത്ത് കാർഡിലെ വിവരങ്ങൾ കൃത്യമായിട്ട് വരണമെങ്കിൽ അതിൻ്റെ സാമ്പിൾ എടുക്കുന്നത് മുതൽ നമ്മൾ ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ശരിയായ രീതിയിലല്ല സാമ്പിൾ എടുക്കുന്നെങ്കിൽ നമ്മുടെ പരിശോധനാ ഫലം ശരിയായി വരണമെന്നില്ല, പിന്നെ നമ്മുടെ ശുപാർശകളും തെറ്റായി മാറും. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർ സാമ്പിൾ എടുക്കുന്ന കാര്യം മുതൽ ശ്രദ്ധിക്കണം. സാമ്പിൾ എടുക്കുമ്പോൾ നമ്മുടെ കൃഷിസ്ഥലത്തിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ വേണം സാമ്പിൾ എടുക്കാൻ. അതായത് 5 ഹെക്ടറിൽ ഒരു സാമ്പിൾ എടുത്താൽ മതിയാകും, അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. എങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു 5-10 സെന്റ് മുതൽ ഏക്കർ കണക്കിന് ഭൂമി ഉള്ള കൃഷിക്കാർ വരെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്ഥലം എത്ര തന്നെ വിസ്തൃതി ഉള്ളതാണെങ്കിലും മുഴുവൻ സ്ഥലത്തെയും പ്രതിനിധീകരിക്കുന്ന തരത്തിൽ സാമ്പിൾ ശേഖരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ചില സ്ഥലങ്ങൾ ഒഴിവാക്കി വേണം സാമ്പിൾ എടുക്കാൻ. അതായത് അടുത്തിടെ ആയിട്ട് വളപ്രയോഗം നടത്തിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്നോ അതിൻ്റെ തൊട്ടടുത്തു നിന്നോ ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ വളക്കുഴി, കമ്പോസ്റ്റ് കുഴി,
പിന്നെ അലക്കുകല്ലിൻ്റെ പരിസരം, പിന്നെ അതുപോലെ ചതുപ്പ് സ്ഥലങ്ങൾ, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് സാമ്പിൾ എടുക്കാൻ പാടില്ല. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം എവിടെ നിന്ന് എടുക്കണമെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കാം. മേഡം പറഞ്ഞല്ലോ, ഒരു കർഷകന് ചിലപ്പോൾ 10 സെന്റും കാണും, ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളും കാണും. അപ്പം എന്തായാലും സാമ്പിൾ എനിക്ക് തോന്നുന്നു എത്ര ഗ്രാമാണ് നിങ്ങൾ ടോട്ടൽ സാമ്പിളായിട്ട് സ്വീകരിക്കുന്നത്? ലാബിൽ പരിശോധനയ്ക്കായിട്ട് 500 ഗ്രാം, അതായത് 1/2 കിലോ സാമ്പിളാണ് വേണ്ടത്. അപ്പൊ ഇത്രയും വലിയൊരു സ്ഥലത്ത് നിന്ന് മേഡം പറഞ്ഞത് റെപ്രസെന്റേറ്റീവ് ആയുള്ള ഒരു സാമ്പിളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് സ്ഥലം സെലക്ട് ചെയ്യുന്നതും പിന്നെ ഇത്രയും ചെറുതാക്കുന്നതും സാമ്പിൾ, ആ പ്രോസസ്സ് ഒന്ന് വിശദീകരിക്കാം. ഇപ്പോൾ സ്ഥലം എത്ര വിസ്തൃതിയുള്ളതാണെങ്കിലും അതിനെ മുഴുവനായിട്ട് പ്രതിനിധീകരിക്കുന്നതിനായിട്ട് ഒരു 4-5 സ്ഥലത്ത് നിന്ന് സ്പോട്ടിൽ നിന്ന് സാമ്പിൾ എടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാലേ മുഴുവൻ സ്ഥലത്തിനെയും റെപ്രസെന്റ് ചെയ്യുള്ളൂ. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് അല്ലാത്ത അങ്ങനത്തെ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് പിന്നെ അതുപോലെ നോക്കുമ്പോൾ തന്നെ ഭൂമിയിൽ എന്തെങ്കിലും വ്യത്യസ്തത കാണുന്നതായിട്ട്, അതായത് ഇപ്പോൾ ഒരു 10 സെന്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ചരിവിലോ അല്ലെങ്കിൽ മണ്ണിന്റെ തരത്തിലോ ഒക്കെ നമുക്ക് പ്രകടമായ വ്യത്യാസം ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ഓരോ സ്ഥലത്തു നിന്നും സാമ്പിൾ എടുക്കണം. ശാസ്ത്രീയമായി സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു മൺവെട്ടി കൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി ആകൃതിയിൽ വെട്ടി വേണം മണ്ണെടുക്കാൻ. എന്നിട്ട് ആ ബിയുടെ 2 കൈകളിലും ഉള്ള മുകളിലത്തെ കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ട് ഒരു 15 സെന്റിമീറ്റർ ആഴം വരെ ഉള്ള തരത്തിലാണ് മണ്ണ് സാമ്പിൾ ശേഖരിക്കേണ്ടത്. ഓരോ സ്ഥലത്തു നിന്നും ശേഖരിക്കണം. ആദ്യം തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യണം ഏതൊക്കെ സ്ഥലത്തു നിന്ന് നമുക്ക് മണ്ണ് എടുക്കണമെന്ന്. അതെ. ഇങ്ങനെ നമ്മൾ ആദ്യമേ തെരഞ്ഞെടുത്ത 4-5 സ്ഥലങ്ങളിൽ നിന്നും മണ്ണെടുത്തതിന് ശേഷം ആ മണ്ണെല്ലാം കൂടി ഒരു പേപ്പറിലോ ഒരു തുണിയിലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പരത്തി ഇടണം. പിന്നെ ഇത് നനവുള്ള മണ്ണാണെങ്കിൽ, എന്ന് വെച്ചാൽ നനവുള്ള ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാൻ പാടില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തണലത്തിട്ട് ഈ മണ്ണ് ഉണക്കണം. മണ്ണ് ഉണക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നും മണ്ണെടുത്തല്ലോ, അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ലബോറട്ടറിയിൽ കൊടുക്കാനായിട്ട് 1/2 കിലോ മണ്ണ് മതിയാകും. ഇപ്പോൾ പല സ്ഥലത്തു നിന്ന് എടുക്കുമ്പോൾ അതിനേക്കാളും കൂടിയ അളവിൽ ആയിരിക്കും മണ്ണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം 1/2 കിലോ ആക്കണം. ഇതിനായിട്ട് ചെയ്യേണ്ടത് കോട്ടറിങ് എന്ന് പറയും. അതായത് ഈ മണ്ണ് നമ്മളിങ്ങനെ കടലാസിലോ തുണിയിലോ നിരത്തി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അതിൽ എന്തെങ്കിലും വേരിന്റെ കഷ്ണങ്ങളോ കല്ലോ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യണം. എന്നിട്ട് മണ്ണ് നന്നായിട്ട് പരത്തി ഇട്ടതിന് ശേഷം ഒരു പ്ലസ് സൈൻ, കുറുകയും നെടുകയും ഒരു വര വരച്ചിട്ട് അതിന്റെ എതിർവശത്തുള്ള ഭാഗത്തെ മണ്ണ് ആദ്യം നീക്കം ചെയ്യണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ പരത്തിയിട്ടതിന് ശേഷം വീണ്ടും ഒരു പ്ലസ് ആകൃതിയിൽ വരച്ചതിന് ശേഷം ഈ എതിർവശത്തുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യണം. അങ്ങനെ അവസാനം ഏതാണ്ട് 1/2 കിലോ ആകുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ അവസാനം 1/2 കിലോ ആകുന്ന മണ്ണിനെ നമ്മൾ തണലത്ത് വെച്ച് ഉണക്കണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിൽ ഉണക്കാൻ പാടില്ല. നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഈർപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കൃഷിക്കാർക്ക് അത് നന്നായി മനസ്സിലാവും. മിക്കവാറും ഉണക്കേണ്ട ആവശ്യം തന്നെ അങ്ങനെ വരാറില്ല. എന്തെങ്കിലും നനവ് ഉണ്ടെങ്കിൽ മാത്രം ഉണക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ മേഡം സൂചിപ്പിച്ച മാതിരി ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഉണക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചറിനൊക്കെ വല്ല മാറ്റം വരാനുള്ള ചാൻസസ് കാണും. ചില മൂലകങ്ങൾ നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ വെയിൽ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ജൈവാംശം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തണലത്തിട്ട് ഉണക്കണം എന്നുള്ളതാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണക്കി അത് നമ്മൾ ടോട്ടൽ സാമ്പിളിംഗ് നമ്മൾ പറഞ്ഞ മാതിരി ക്വാർട്ടറിങ് ചെയ്തിട്ട് ഒരു 1/2 കിലോ മണ്ണ് സാമ്പിൾ ആയി കഴിയുമ്പോൾ അതിനെ പിന്നെ നമ്മൾ പോളിത്തീനിലോ എന്തെങ്കിലും പോളിത്തീൻ കവറിനകത്താക്കി എന്നിട്ട് അതിൽ നമ്മൾ ഒരു ലേബൽ ചെയ്തിടണം. അതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി അടുത്ത കൃഷി ചെയ്യാൻ പോകുന്ന വിള ഏതാണ്, അതുപോലെ കർഷകന്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, കോൺടാക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇതെല്ലാം രേഖപ്പെടുത്തി ഒരു ലേബലും കൂടെ വെച്ചിട്ട് വേണം ഈ കവറിലാക്കിയ സാമ്പിൾ ലാബിൽ എത്തിക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ഈ സോയിൽ ടെസ്റ്റിംഗ് ലാബ്സ് നമ്മുടെ സംസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും കാണുമല്ലോ? എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ വകുപ്പിന് ലാബുകളില്ല. 7 ലാബുകളാണ് വകുപ്പിന്റെ കീഴിലുള്ളത്. അത് ഡയറക്റ്റ് ലാബിലോട്ടാണോ കർഷകർ കൊണ്ടുവരുന്നത് ടെസ്റ്റിങ്ങിന് വേണ്ടി? കർഷകർക്ക് നേരിട്ട് ലാബുകളിലും കൊടുക്കാം. പിന്നെ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ മണ്ണ് പര്യവേക്ഷണ ജില്ലാ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസുകളിൽ എത്തിച്ചാലും
അവിടെ നിന്ന് ലാബിലേക്ക് സാമ്പിൾ അയച്ചു കൊടുത്ത് പരിശോധിപ്പിച്ച് ഫലം കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സോയിൽ ഹെൽത്ത് കാർഡ് ഒരു പ്രാവശ്യം കർഷകന് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ടെസ്റ്റും കൂടെ നിങ്ങൾ ശുപാർശ ചെയ്യുന്നത്? സാധാരണയായി 3 വർഷം ആണ് സോയിൽ ഹെൽത്ത് കാർഡിന്റെ കാലാവധി ആയിട്ട് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതിശക്തമായ മഴയും വെയിലും ഇങ്ങനെ മാറി മാറി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിശക്തമായ മഴയും അത് കഴിഞ്ഞ് ഉടൻ ഉയർന്ന താപനിലയും ഒക്കെയാണ് കണ്ടുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ മണ്ണൊലിപ്പാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. അതിൻ്റെ കൂടെ ഫലപുഷ്ടിയുള്ള മേൽമണ്ണ് നഷ്ടമാകുന്നു, അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളൊക്കെ നഷ്ടമാകുന്നു, വളരെ ഫാസ്റ്റായിട്ട് നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ ഉയർന്ന താപനിലയുള്ളപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജൈവ അംശം പെട്ടെന്ന് വിഘടിച്ച് മണ്ണിൽ നിന്ന് നഷ്ടമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് കൃഷി കൂടെ ചെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് പെട്ടെന്ന് പോഷകങ്ങൾ നഷ്ടപ്പെടാൻ ചെടികൾ വലിച്ചെടുത്ത് നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ സീസണിലും ഓരോ വിള കൃഷി ചെയ്യുന്നതിന് മുൻപും മണ്ണ് പരിശോധിച്ചതിന് ശേഷം ചെയ്യണം എന്നുള്ളതാണ് ശുപാർശ. കർഷകർക്ക് അതെ, പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും എപ്പോഴും എല്ലാ വർഷവും ഒക്കെ മണ്ണ് സാമ്പിൾ പരിശോധിക്കാനൊക്കെ അയക്കാനായിട്ട്. ഒരു 3 വർഷമെങ്കിലും ആവുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം മേഡം സൂചിപ്പിച്ച് നമ്മുടെ ഈ നോർമൽ പച്ചക്കറിയോ മറ്റു വിളകൾക്കൊക്കെ ഒരു 15 സെന്റിമീറ്റർ ആഴത്തിലല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ തോട്ടവിളയൊക്കെ ആവുമ്പോഴും അത്രയും ആഴത്തിൽ മതിയോ അതോ കുറച്ചും കൂടെ ആഴത്തിൽ മണ്ണ് സാമ്പിൾ നമുക്ക് എടുക്കേണ്ടി വരുമോ? കുറച്ചുകൂടെ ആഴത്തിൽ 30 സെന്റിമീറ്റർ ആഴത്തിൽ നിന്ന് എടുക്കണം. അതിന്റെ വേരുപടലങ്ങൾ കുറച്ചുകൂടെ ആഴത്തിലാണല്ലോ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ നിന്നായിരിക്കും ഇത്തരം വൃക്ഷങ്ങളിലേക്ക് അനുയോജ്യം അതായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കർഷകരുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ സോയിൽ ഹെൽത്ത് കാർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടോ? മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ കൃഷിക്കാര് മണ്ണ് പരിശോധന നടത്തണം എന്നും ഒക്കെയുള്ള കൂടുതൽ അവർക്ക് അവബോധം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വകുപ്പ് തന്നെ ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകൾ കർഷകർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ നടത്തി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് കർഷകർ സ്വമേധയാ തന്നെ മണ്ണ് പരിശോധനയ്ക്കായിട്ട് ലാബുകളിൽ എത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളുടെ വകുപ്പ് തന്നെ സോയിൽ ടെസ്റ്റിംഗ് ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓരോ ജില്ലയിലും 2 ബ്ലോക്ക് വെച്ച് മൊത്തം 28 സോയിൽ ടെസ്റ്റിംഗ് ക്യാമ്പയിനുകൾ കേരളത്തിലാകമാനം നടത്തി. അതിന്റെ ഭാഗമായിട്ടും കർഷകർ മണ്ണ് പരിശോധനയ്ക്കായിട്ട് സാമ്പിൾ നൽകുന്നുണ്ട്. അങ്ങനെ ക്യാമ്പയിൻ നടത്തുമ്പോൾ കർഷകരുടെ അടുത്തോട്ട് നിങ്ങൾ പോകും? അതെ അതെ, അവരുടെ കൃഷി സ്ഥലത്തോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ ഒക്കെ അവരെ സംഘടിപ്പിച്ച് ക്ലാസ്സുകൾ കൊടുക്കുകയും സാമ്പിൾ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. പിന്നെ ഇതുകൂടാതെ ഞങ്ങളുടെ വകുപ്പിന് ഒരു മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബുണ്ട്. അത് വയനാട് ജില്ലയിലാണ് ഇപ്പം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഉൾപ്രദേശങ്ങളിലെല്ലാം പോയിട്ട്, വയനാട് ജില്ലയിൽ ഞങ്ങൾക്ക് ലാബുണ്ട്, പക്ഷേ എന്നാലും ദൂരെയുള്ള കർഷകർക്ക് എത്തിപ്പെടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ കൊണ്ടുവരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ഉൾപ്രദേശങ്ങളിലൊക്കെ ക്യാമ്പുകൾ നടത്തിയിട്ട് കർഷകരുടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് അവർക്ക് കൊടുത്തു വരുന്നു. രഞ്ജിനി മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ സോയിൽ ഹെൽത്ത് കാർഡിനെ കുറിച്ച് ഇത്രയും കാര്യം സംസാരിച്ചു. ഇതിൻ്റെ ആവശ്യം എന്തുവാണ്, എങ്ങനെയാണ് മണ്ണ് സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്? അപ്പം ഒരു കാര്യം ക്ലിയർ ആണ്, ശാസ്ത്രീയമായിട്ട് നമുക്ക് കൃഷി ചെയ്ത് നല്ല ലാഭം വേണമെങ്കിൽ മണ്ണ് പരിശോധന എന്തായാലും അത് പ്രധാനമായ ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും ശാസ്ത്രീയമായ മണ്ണ് പരിശോധന നടത്തിയില്ലെങ്കിൽ കർഷകർ ആവശ്യത്തിലും അധികം വളങ്ങൾ ചിലപ്പം ഉപയോഗിക്കും. കൃഷി ചെലവ് കൂടാനായിട്ട് അത് ഇടയാക്കും. അതുപോലെ അമിതമായിട്ട് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് മലിനീകരണ പ്രശ്നങ്ങൾ, മണ്ണും ജലവും എല്ലാം മലിനമാകുന്നു, മണ്ണിൻ്റെ ആരോഗ്യം നശിക്കുന്നു. അതുവഴി മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഒക്കെ ആരോഗ്യം നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മണ്ണ് പരിശോധന നടത്തി അതനുസരിച്ച് കൃത്യമായ അളവിൽ മാത്രം വളം ചേർക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, മലിനീകരണ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം കൃഷി ചെലവും കുറയ്ക്കാൻ പറ്റും. കാലക്രമേണ കൃഷിയിൽ നിന്നുള്ള ആദായവും വർദ്ധിക്കും. മണ്ണിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ആരോഗ്യം സംരക്ഷണത്തിലും ഉൽപാദനക്ഷമത നിലനിർത്തുന്നതിലും സോയിൽ ഹെൽത്ത് കാർഡിനും മണ്ണ് പരിശോധനയ്ക്കും വളരെ പ്രധാനപ്പെട്ട പങ്ക് തന്നെ ഉണ്ട്. രഞ്ജിനി മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. വളരെ നന്ദി. നമസ്കാരം. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കർഷകർക്ക് എത്രയേറെ പ്രയോജനപ്രദമാണെന്ന് ഇന്നത്തെ അഭിമുഖത്തിലൂടെ ശ്രോതാക്കൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മണ്ണ് പര്യവേഷണ മണ്ണു സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി രഞ്ജിനി PR. ശ്രീമതി രഞ്ജിനിയോട് സംസാരിച്ചത് ഷിബു ജോർജ്.